ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 151. നമ്മൾ മരിയസ്തുതി നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന ഏതെല്ലാം തിരുവചനങ്ങൾ കൊണ്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ധ്യാനിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞതാണ്, സ്വർഗം പറഞ്ഞതാണ്, നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനോട് കൂട്ടിച്ചേർത്ത് ഭൂമിയിലെ ഒരു മനുഷ്യസ്ത്രീയായ എലിസബത്ത്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പറഞ്ഞു. ആ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നമ്മൾ ചേർത്തിരിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അത് എലിസബത്തിന്റെ വാക്കുകളാണ്. ലൂക്കാസിന് സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഈ എലിസബത്ത് ഇത് പറയാനുണ്ടായ പശ്ചാത്തലമാണ്, 1-ാമത്തെ പശ്ചാത്തലമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. രണ്ടാമതൊരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്, അതിൻ്റെ പ്രാധാന്യം. ഒന്നാമത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടാണ് എലിസബത്ത് ഇത് പറഞ്ഞത്. പരിശുദ്ധാത്മാവിൽ നിറയാതെ മറിയത്തെ ഭാഗ്യം മനസ്സിലാക്കാനോ മറിയം ആരാണെന്ന് മനസ്സിലാക്കാനോ കഴിയില്ലെന്ന് മാത്രമല്ല, മറിയത്തെ ദുഷിച്ചുകൊണ്ടിരിക്കും, തിരുവചനങ്ങൾ വ്യഭിചരിച്ചു കൊണ്ടിരിക്കും. പെന്തക്കോസ്തക്കാരൻ ദൈവസഭക്കാരൻ അങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഈ എലിസബത്ത് ഇത് പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് നീ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പറഞ്ഞു എന്നല്ല, ഉദ്ഘോഷിച്ചെന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യണേ. ഉദ്ഘോഷിച്ചു. ഈ ഉദ്ഘോഷിച്ചെന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമാണ്, എലിസബത്തിനെ കുറിച്ച് മാത്രമാണ് ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ഉദ്ഘോഷിച്ചു എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്ന വാക്ക് ഗ്രീക്കിൽ അനാഫോണയോ. ഫോൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫോൺ, നമ്മുടെ ഫോൺ അല്ലേ, സൗണ്ട് എന്നർത്ഥം. അതിന് സൗണ്ട് എന്നാണ് ഫോൺ എന്ന വാക്കിൻ്റെ അർത്ഥം. അനാഫോണയോ എന്ന് വെച്ചാൽ അനാന്ന് വെച്ചാൽ ഉയർത്തുക എന്നാണ് അർത്ഥം. അപ്പോൾ ഉയർന്ന സ്വരത്തിൽ എന്നാണ് ആക്ഷരികം, ഉയർന്ന ശബ്ദത്തിൽ, ഉയർന്ന സ്വരത്തിൽ. പക്ഷെ അത് വെറും ഉയർന്ന സ്വരമല്ല. കാരണം പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ ഈ സെപ്തജിന്ത് പതിപ്പ്, മൂലകൃതി എന്ന് പറയുന്നത് ഹീബ്രു ആണ്. അത് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു. അതിനാണ് സെപ്തജിന്ത് എന്ന് പറയണേ. അതാണ് ആദിമസഭയുടെ ബൈബിള്. ഈശോ മിശിഹായുടെയും മറിയത്തിൻ്റെയും പത്രോസിൻ്റെയും പൗലോസിൻ്റെ ഒക്കെ ബൈബിൾ, തോമസിൻ്റെയൊക്കെ ബൈബിൾ എന്ന് പറയുന്നത് പഴയ നിയമം. ആ പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥം, ഗ്രീക്ക് തർജ്ജമയായ സെപ്തജിന്താണ്. ആ സെപ്തജിന്തിൽ ഈ അനാഫോണയോ എന്ന ഗ്രീക്ക് വാക്ക് 5 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. ആകെ 5 പ്രാവശ്യം. പുതിയ നിയമത്തിൽ 1 പ്രാവശ്യം, പഴയ നിയമത്തിൽ 5 പ്രാവശ്യം. ഈ 5 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്. ഉടമ്പടിയുടെ പേടകവുമായിട്ട് ബന്ധപ്പെട്ട വിവരണങ്ങളിൽ മാത്രം. വാഗ്ദാന പേടകം, ഉടമ്പടിയുടെ പേടകം എന്ന് പറയുന്ന ആ പേടകവും വഹിച്ചുകൊണ്ട് വരുമ്പോൾ മാത്രമാണ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം. ഉദാഹരണം 1 ദിനവൃത്താന്തം 15-25 മുതൽ 28 വരെ വാക്യങ്ങൾ. അതുപോലെ 2 ദിനവൃത്താന്തം 5. ഞാൻ 1 ദിനവൃത്താന്തം 15-25 മുതൽ 28 വരെ വായിക്കുകയാണ്. ഇങ്ങനെ ദാവീദും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും യാഹ്വയുടെ ഉടമ്പടി പേടകം ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു. യാഹ്വയുടെ പേടകം വഹിച്ച ലേവ്യരെ ദൈവം സഹായിച്ചതിനാൽ അവർ 7 കാളയെയും 7 മുട്ടാടിനെയും ബലിയർപ്പിച്ചു. ദാവീദും പേടകം വഹിച്ചിരുന്ന ലേവ്യരും ഗായകന്മാരും ഗായക സംഘത്തിന്റെ നായകനായ കെനനിയായും നേർത്ത ചണം കൊണ്ടുള്ള അങ്കി ധരിച്ചു. ദാവീദ് ചണം കൊണ്ടുള്ള എഫോദും അണിഞ്ഞിരുന്നു. അങ്ങനെ ഇസ്രായേലൊക്കെ ആർപ്പ് വിളിയോടും അതാണ് അനാഫോണയോ, ആർപ്പ് വിളിയോടും കൊമ്പ്, കുഴൽ, കൈത്താളം, കിന്നരം, വീണ എന്നിവയുടെ നാദത്തോടും കൂടെ യാഹ്വയുടെ ഉടമ്പടി പേടകം കൊണ്ടുവന്നു. ആർപ്പ് വിളി എന്ന് നമ്മൾ പഴയ നിയമത്തിൽ തർജ്ജമ ചെയ്യുന്നു. 2 ദിനവൃത്താന്തം 15-28. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് അനാഫോണയോ. അതായത് ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരുമ്പോൾ അതിന് മുമ്പിൽ ഈ ലേവ്യര് താളാത്മകമായി ഉണ്ടാക്കിയ സൗണ്ട്, സംഗീതാത്മകമായി ഉണ്ടാക്കിയ സൗണ്ട്, ശബ്ദം, സ്വരം, അത് ആർപ്പുവിളി എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കുരവീട്, അങ്ങനെ വലിയ എന്താ പറയുക, ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ചെയ്യുന്ന പോലെയല്ല. ഈ ഇവിടെ കൊമ്പ്, കുഴല്, കൈത്താളം, കിന്നരം, വീണ അതിനോടൊക്കെ ചേർന്ന് പോകുന്ന ഒരു താളാത്മകമായിട്ടുള്ള സംഗീതാത്മകമായിട്ടുള്ള ഒച്ചയാണ്, സ്വരമുയർത്തലാണ്. അപ്പോൾ ശ്രുതിയോ, എനിക്കറിഞ്ഞൂടാ, സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ശ്രുതി ഇല്ലേ, താളം, ശ്രുതിയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. അതായത് ഉടമ്പടിയുടെ പേടകത്തിന് മുമ്പിൽ ലേവ്യര്, ഗായകരായ ലേവ്യര് ചെയ്തിരുന്ന താളാത്മകമായ ശബ്ദമാണ്, സ്വരമാണ് ഈ പറഞ്ഞ അനാഫോണയോ. ദാവീദ് ഉടമ്പടിയുടെ പേടകം ജെറൂസലേമിൽ കൊണ്ടുവരുമ്പോൾ അതിന് മുൻപിൽ വാദ്യഘോഷങ്ങളുടെ നടത്തുന്ന ഉദ്ഘോഷം, അതാണ് ആ വാക്ക് ഇവിടെ കൊണ്ടുവരികയാണ്.
എലിസബത്ത് ഉദ്ഘോഷിച്ചു, അനഫോണയോ, ലേവ്യരെ പോലെ. സക്കറിയ പുരോഹിതനെന്ന് ഓർക്കണം, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എലിസബത്ത്. അപ്പോൾ പുരോഹിതനും ലേവ്യരും. അപ്പം ഭാര്യ എലിസബത്ത് ലേവ്യരുടെ ഒരു റോളിൽ ഉടമ്പടിയുടെ പേടകത്തിന് മുമ്പിൽ ലേവ്യ ഗായകർ ചെയ്തതുപോലെ മറിയത്തിന് മുമ്പിൽ അനാഫോണയോ ഉദ്ഘോഷിക്കുകയാണ്, ആർപ്പ് വിളിക്കുകയാണ് താളാത്മകമായി. അതിൻ്റെ അർത്ഥം എന്താണ്? മറിയം ഉടമ്പടിയുടെ പേടകമാണ്. മറിയം ഉടമ്പടിയുടെ പേടകമാണ്. ഉടമ്പടിയുടെ പേടകം എന്തായിരുന്നു? ഉടമ്പടിയുടെ പേടകത്തിനകത്ത് 3 കമ്പാർട്ട്മെൻ്റാണ്. ഒരു വശത്ത് സ്വർണ്ണ കലശത്തിൽ മന്ന, നമ്മളിപ്പം കുസ്തോതിയിൽ തിരുവോസ്തി എടുത്ത് വെക്കില്ലേ, അതുപോലെ. നടുക്ക് ആഹറോൻ്റെ തളിർത്ത വടി, നമുക്ക് ഈ പുഷ്പിത കുരിശ്, മാർത്തോമാ സ്ലീവ പുഷ്പിത കുരിശ്, തളിർത്ത വടിയാണ്, കുരിശാണ് പക്ഷെ തളിർത്തതാണ്, ജീവൻ്റെ വൃക്ഷം, അതാണ് നടുക്ക്. പിന്നെ ദൈവകൽപ്പനകൾ എഴുതിയ 2 കല്ല്, അതിൻ്റെ 2 പുറത്തും എഴുതിയെന്നാണ്. അപ്പോൾ ഈ 2 വശത്തും എഴുതിയിരിക്കുന്ന, ഒരു വശത്ത് പിന്നെ ഇപ്പുറത്തെ വശത്ത്, അങ്ങനെ എഴുതിയ കല്ല്, ആ കല്ലാണ് 3ാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ. അതിന് പകരം നമ്മൾ ബൈബിൾ വെക്കുന്നു, തിരുവചനം വെക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് ഈ ഉടമ്പടിയുടെ പേടകമുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ, ആ മൂടിയുടെ മുകളിൽ, ഈ ഉടമ്പടിയുടെ പേടകത്തിൽ മൂടിയുടെ മുകളിലാണ് കൃപാസനം എന്ന് പറയണേ. അവിടെയാണ് 2 കെരൂബി മാലാഖമാരിങ്ങനെ നിൽക്കുന്നത്. ദൈവം അവിടെ വസിക്കുന്നതെന്നാണ് സങ്കല്പം. ഇപ്പോൾ നമുക്കറിയാം അവിടെ ദൈവത്തിൻ്റെ നാമം മാത്രമേ ഉള്ളൂ, ദൈവമില്ലായിരുന്നു. മറിയോ ജീവിക്കുന്ന ഉടമ്പടിയുടെ പേടകമാണ്. അവളുടെ ഗർഭത്തിൽ ദൈവം തന്നെയായ കർത്താവ്. അപ്പം ശരിക്കും ഉടമ്പടിയുടെ പേടകം മറിയത്തിൻ്റെ ഒരു നിഴല് മാത്രമായിരുന്നു പഴയ നിയമത്തിലെ ഉടമ്പടിയുടെ പേടകം. മറിയമാണ് ശരിക്കുള്ള ഉടമ്പടിയുടെ പേടകം. നമ്മളത് വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾ 11ാമത്തെ അധ്യായം അവസാനത്തെ വാചകവും 12ാമത്തെ അധ്യായം ആദ്യത്തെ വാചകം വായിച്ചു നോക്കിയാൽ, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു, ഉടമ്പടിയുടെ പേടകം കണ്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ കാലുകൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഉടമ്പടിയുടെ പേടകം സ്വർഗത്തിലെ ദേവാലയത്തിൽ, മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതിനൊരു തെളിവ് കൂടിയാണത്. എനിവേ, ഇവിടെ മറിയത്തെ ഉടമ്പടിയുടെ പേടകമായിട്ട് അംഗീകരിക്കുകയാണ് സക്കറിയാസ് എന്ന പുരോഹിതനും അവൻ്റെ ഭാര്യയായ എലിസബത്ത് ലേവ്യരുടെ പാട്ട് പാടിക്കൊണ്ട്, ലേവ്യരുടെ എന്നുള്ള ആ ലേവ്യരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട്. അപ്പം മറിയത്തെ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് താളാത്മകമായി, സംഗീതാത്മകമായി എലിസബത്ത് പറയുന്നത് അനാഫോണയോ ഉദ്ഘോഷിച്ചുകൊണ്ടാണ്. ലേവ്യരുടെ താളാത്മകമായ, സംഗീതാത്മകമായ ശബ്ദത്തോടു കൂടിയാണ്. കാരണം ജീവിക്കുന്ന കർത്താവിന് വഹിക്കുന്ന, ജീവിക്കുന്ന ഉടമ്പടിയുടെ പേടകമാണ് മറിയം. ഇതിനേക്കാൾ നന്നായിട്ട് എങ്ങനെയാണ് മറിയത്തെ അവതരിപ്പിക്കുക തിരുവചനം? ഇങ്ങനെ അവതരിപ്പിക്കുന്ന മറിയത്തെയാണ് നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുപോയ പെന്തക്കോസ്തുകാരും യഹോവ സാക്ഷികളും ഒക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്നത്. അവർക്ക് തിരുവചനം അറിയില്ലെന്ന് മാത്രമല്ല, അവർ തിരുവചനത്തെ വ്യഭിചരിക്കുകയാണ്. ഞാൻ കുറച്ചുകൂടി കടത്തി പറയാം, അങ്ങനെ തിരുവചനങ്ങളെ വ്യഭിചരിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുകയാണ്. അവർ ദയവായി അതെല്ലാം ഉപേക്ഷിച്ച് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരണം. കത്തോലിക്ക സഭയിൽ ധാരാളം തിന്മകളുണ്ട്, പാപികളുണ്ട്. സംശയം തൊള്ളേ, പാപികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കർത്താവ് വന്നേ. പാപികളുടെ സ്നേഹിതനല്ലേ കർത്താവ്. ലോകാവസാനം വരെ പാപം ഉണ്ടാകും, പക്ഷെ പാപത്തെ കൈകാര്യം ചെയ്യാൻ സംവിധാനം കത്തോലിക്ക സഭയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പാപത്തിന് മേൽക്കോയ്മ കിട്ടാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കത്തോലിക്ക സഭയിൽ ചെയ്തിട്ടുണ്ട്. കുമ്പസാരം എന്ന കൂതാശയും മറ്റു കൂതാശകളൊക്കെ അതിനു വേണ്ടിയുള്ളതാണ്. ഇതൊക്കെ നിരാകരിച്ചിട്ട് നിങ്ങൾ എന്ത് നേടുന്നു? കർത്താവിൻ്റെ അമ്മയെ ഇതുപോലെ ദുഷിച്ചിട്ട് നിങ്ങൾ എന്ത് നേടുന്നു? കത്തോലിക്ക സഭയിൽ കുറച്ച് ആളുകൾ കൊണ്ടുപോകാമെന്നോ? അങ്ങനെ ഈ സഭയെ നശിപ്പിക്കാമെന്നോ? ഞാനത് പറയുന്നതിന് കാരണം സങ്കടം കൊണ്ടാണ്. ഇപ്പോൾ കേരള ഗവൺമെൻറ് അവരുടെ സഭയെ അംഗീകരിച്ചെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഒരു സർക്കാർ അംഗീകരിക്കുന്നതിലൂടെയാണോ സഭയുണ്ടാകണേ? കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരുത്തൻ സ്ഥാപിച്ചതാണോ കർത്താവിൻ്റെ സഭ? എന്നിട്ട് ദൈവസഭ എന്ന് പേരിട്ട ദൈവസഭയാകുമോ? പെന്തക്കോസ്ത് സഭ എന്ന് പേരിട്ട അത് പെന്തക്കോസ്ത് സഭയാകുമോ? മാർട്ടിൻ ലൂതറാണോ പ്രോട്ടസ്റ്റന്റ് സഭ സ്ഥാപിച്ചത്? മാർട്ടിൻ ലൂതർ. അങ്ങനെ ഏതെങ്കിലും മനുഷ്യൻ സ്ഥാപിക്കാൻ പറ്റുന്നതാണോ ഈ പ്രോട്ടസ്റ്റന്റ് സഭ എന്ന് പറയാൻ? ഒരു മത ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞോളൂ. അതിനാൽ ഈ തിരുവചനങ്ങൾ ധ്യാനിച്ച്, തിരുവചനങ്ങളുടെ തുറവിയുള്ളവരായി തുറന്ന മനസ്സോ സ്വീകരിച്ച് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരികയും മറിയത്തോടൊപ്പം, യേശുവിനോടൊപ്പം മറിയത്തെ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്ന തിരുവചനങ്ങളോട് വിശ്വസ്തത പുലർത്തുക. ഇതൊക്കെ ഞാൻ തിരുവചനമാണ് പറഞ്ഞത്. ആ തിരുവചനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രാർത്ഥന ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വർഗവും ഭൂമിയും ചേർന്ന് മറിയത്തെ സ്തുതിക്കുകയാണ്. സ്വർഗത്തിൽ നയിക്കപ്പെട്ട മാലാഖ ഗബ്രിയേൽ മാലാഖയും മനുഷ്യ സ്ത്രീയായ എലിസബത്തും ചേർന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ മരിസ്തുതി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇതിനേക്കാൾ തിരുവചനാടിസ്ഥാനമായിട്ടൊരു ഒരു പ്രാർത്ഥന പറയൂ നിങ്ങൾ? അത്രയും ഗംഭീരമാണിത്. അതിനാൽ നമുക്ക് സകല തലമുറകളും എന്നെ ഭാഗ്യം എന്ന് പ്രകീർത്തിക്കുമെന്ന ആ തിരുവചനത്തോട് ചേർന്ന് നമുക്ക് മറിയത്തെ ഭാഗ്യവതി എന്ന് തന്നെ പ്രകീർത്തിക്കാം. അവളുടെ മക്കളായി നമുക്ക് തീരാം. കാരണം അവൾ അമ്മയായി നമുക്ക് നൽകിയിട്ടുണ്ട് കർത്താവ് ഈശോമിശിഹായ്ക്ക് തന്നെ. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ അനാഫോണയോ എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഗ്രഹിച്ച് നിങ്ങൾക്ക് പെന്തക്കോസ്തക്കാരോ ദൈവസഭക്കാരോ സഭയിൽ നിന്ന് വിട്ടുപോയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കൂ. അതൊരു സുവിശേഷ പ്രഘോഷണമാണ്. അങ്ങനെ കൂടുതൽ പേര് ഈ തിരുവചനങ്ങളോട് വിശ്വസ്തരായി, മറിയത്തെ സ്നേഹിക്കുന്നവരായി, കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായി തീരാനുള്ള ആ സുവിശേഷ വൽക്കരണ യജ്ഞത്തിൽ പങ്കെടുക്കുക ഓരോ ക്രിസ്ത്യാനിയും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.